ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതങ്ങ് ക്ഷമിച്ചു വിടും. പിന്നെ കമന്റ്സും കാര്യങ്ങളും ഇങ്ങനെ ആരെങ്കിലും പറയുവാണെങ്കിലും എടുക്കണമെങ്കിലും അതെന്നെ ഒരിക്കലും എഫക്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് ഐ നോ വാട്ട് ഐ ആം. അതെ, അതാ ഞാൻ ചോദിച്ചേ. ആ ഒരു ട്രാൻസിഷനിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? നേരത്തെ മേഘന മമ്മി മമ്മി എന്ന് പറഞ്ഞ് കരയുമായിരുന്നു അല്ലേ? അതിൽ നിന്നും ഇന്നിപ്പോ പറയുന്ന പോലെ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൺ ആയിട്ട് എത്ര, അതാ ഞാൻ ചോദിക്കണേ. 4 years അത്ര ആയിട്ടുള്ളൂ. ഹാർഡ്ലി അത്രേ ആയിട്ടുള്ളൂ. അതിന്റെ മെയിൻ റീസണും മേഘന തന്നെയാണ് അല്ലേ? വേറെ ആള് പറഞ്ഞു തന്നിട്ടാണോ? പറഞ്ഞു തന്നിട്ട് മാത്രം നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി. ഇപ്പൊ ഐ സ്റ്റിൽ റിമെമ്പർ, അമ്മയാണ് എനിക്ക് നൈറ്റ് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള പറഞ്ഞാരെങ്കിലും വിശ്വസിക്കുമെന്ന് അറിയില്ല, ബട്ട് എന്റെ അമ്മയ്ക്ക് അറിയാം, അന്ന് എന്റെ കൂടെ വർക്ക് ചെയ്തവർക്ക് അറിയാം. എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എന്റെ കണ്ണ് ബ്ലിങ്ക് ആവില്ല. ആ പെർട്ടിക്കുലർ സീരിയലില് കണ്ണ് കുറച്ചും കൂടെ ബൾജായിട്ടിരിക്കും. ഇങ്ങനെയായിരുന്നു ഞാൻ ഫുൾ ടൈം. ഇങ്ങനെ ബ്ലിങ്ക് ആവില്ല കണ്ണ്. ഏത് സീരിയൽ ചെയ്യുന്ന സമയത്ത്? തമിഴിലൊരു സീരിയലും അറ്റ് ദ സെയിം ടൈം ഞാൻ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. ഐ മീൻ അവിടെ ഒരു റിയാലിറ്റി ഷോയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മയാണ് പറഞ്ഞത്, നിനക്ക് നൈറ്റ് ഉറക്കവും ഇല്ല എങ്കിൽ ഇത് ഈ റിയാലിറ്റി ഷോ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴത്തേനും എടുക്കാൻ പറഞ്ഞത് അമ്മയാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന്റെ ആ പ്രശ്നം എനിക്ക് സോൾവ് ചെയ്യാം. കാരണം രാവിലെ 6:30 തൊട്ട് നൈറ്റ് ഒരു 9:30 വരെ സീരിയലിന്റെ ഷൂട്ട് ഉണ്ടാവും. എന്നിട്ട് വീണ്ടും റൂമിൽ പോയിട്ട് റിഫ്രഷ് ആയിട്ട് എഗെയിൻ 11:30 to 3 o'clock എനിക്ക് റിഹേഴ്സൽ ഉണ്ട്, ഡാൻസ് റിഹേഴ്സൽ. ജോഡി എന്നാണ് റിയാലിറ്റി ഷോയുടെ പേര്. സോ 2 സെലിബ്രിറ്റി ജോഡീസിന്റെ ഷോ ആണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പ്രാക്ടീസ് സെക്ഷൻസും ഇത് സീരിയലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഉറക്കം ഇല്ല എന്നുള്ളതിനെ ഞാൻ എൻഗേജ്ഡ് ആക്കി മാറ്റി അമ്മ. സോ അതുകൊണ്ട് എനിക്ക് ഉറക്കം ഇല്ല എന്നുള്ളത് ഞാൻ തന്നെ പയ്യെ മറന്നു. പക്ഷെ എത്ര ദിവസം നമ്മുടെ ബോഡി അതിനെ താങ്ങും ഇങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഴുമായിരുന്നു എന്ന്. ആ ടൈമില് ഉറക്കം ഇല്ലാത്തതിനെക്കാട്ടും എനിക്ക് കൂടുതൽ പ്രശ്നം തോന്നിയത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കണ്ണിങ്ങനെ. ആ ഒരു ഷോക്ക്. അതുപോലെ തന്നെ കണ്ണിലൂടെ വരണല്ലോ ഒരു നടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻ, നമ്മുടെ അഭിനയങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ണിലൂടെയാണല്ലോ നമ്മൾ എക്സ്പ്രസ് ചെയ്യണത്. അപ്പൊ അതിനും ബുദ്ധിമുട്ട് വന്നോ ഇതൊക്കെ? ഇല്ല, അഭിനയിക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, നമ്മൾക്ക് അങ്ങനെ സങ്കടപ്പെട്ട് കിടക്കാനുള്ള ഓപ്ഷൻ എല്ലാവർക്കും ഇല്ല. ഐ ഹാവ് ടു മൂവ് ഓൺ. എനിക്ക് വർക്ക് ചെയ്തേ പറ്റൂ, എനിക്ക് കാശ് ഉണ്ടായേ പറ്റുള്ളൂ. കാരണം ആ സമയത്താണ് ഇപ്പൊ കേസ് ആയാലും കാര്യങ്ങളും വേണമെന്ന് എല്ലാത്തിനും എനിക്ക് പൈസ വേണം. ഓക്കെ, അഡ്വക്കേറ്റ്സിനാണെങ്കിലും എല്ലാത്തിനും ഓരോ കാര്യങ്ങൾക്കും. അപ്പൊ എല്ലാത്തിനും എനിക്ക് എന്റെ അമ്മേനെ പോയിട്ട് എനിക്ക് ടോർച്ചർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ലൈഫിലെ കാര്യം കൂടി ഇങ്ങനെ അമ്മേനെ കഷ്ടപ്പെടുത്തി അമ്മയുടെ ഇന്ന് വാങ്ങിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. സോ ഇതായിരുന്നു എന്റെ റൂം. ഓക്കെ. ഞാൻ നമ്മുടെ കൂടെ തന്നെ നിങ്ങളന്ന് കല്യാണം കഴിക്കുന്ന സമയത്തെ വളരെ പ്രശസ്തിയായിട്ടുള്ള വേറൊരു നടി പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അവരുടെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്, മേഘ്ന ഇത് അറിഞ്ഞോന്ന് എനിക്കറിയില്ല, അവർ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടി കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ ഡിവോഴ്സിന് ശേഷമാണ് എന്തോ അവരത് കമന്റ് ചെയ്തത്. കല്യാണം കഴിച്ചപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇത് അധികം നാളും ഈ റിലേഷൻ പോവില്ല, ഇവർ ഉടനെ തന്നെ വേർപിരിയുമെന്ന് എനിക്കറിയാം എന്ന്. അതൊക്കെ അത് മേഘന അറിഞ്ഞായിരുന്നോ? ഓക്കെ. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സീരിയൽ അഭിനയിക്കുന്ന ഒരു നടി തന്നെ പറഞ്ഞ ഒരു ഇതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കൂടെ പറയുമ്പോഴേ അവരൊക്കെ പറയാണ് അവരൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നൊക്കെ പറയുമ്പോ ആരാന്ന് എനിക്കറിയില്ല, ബട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ലേ ചേച്ചി, അതിന് എനിക്ക് അവരെ തെറ്റ് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒന്നുമില്ല, ഒരു ഡ്രസ്സ് എനിക്കിഷ്ടായി, പക്ഷെ അത് വേറെ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ലേ, അതിനിപ്പോ എന്ത് പറയാനാ. ശരി, അത് പോട്ടെ. നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പം എത്ര വർഷമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുനാള് മുതല് അമ്മ ഇതിലുള്ളതുകൊണ്ട് അന്ന് മുതല് അമ്മയുടെ കൂടെ ഒരു സീരിയലിന്റെ ഷൂട്ട്, അമ്മ ആ സമയത്ത് സീരിയൽ ചെയ്തോണ്ടിരിക്കുക, സീരിയലിന്റെ ഷൂട്ടിൽ ചുമ്മാ പോയതാ കൂടെ. അങ്ങനെ ഉണ്ടായ അങ്ങനെ വന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അങ്ങനെ വന്നതാണ് ഒരു പോപ്പിക്കുരയുടെ ആഡ്. ആഡ് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത 5ാമത്തെ വയസ്സിൽ. മേഘനേനെ ഇങ്ങനെ എല്ലാവരും സ്നേഹിക്കുന്ന ഇത്രയും ലെവലിലേക്ക് എത്തിച്ച അമൃതയെ കുറിച്ച് പറയാം. അമൃത ഏകദേശം എത്രത്തോളം എപ്പിസോഡുകളാണ് ചെയ്തത് ചന്ദനമഴ?
അമൃതയായിട്ട് ചന്ദനമഴ ഓൾമോസ്റ്റ് 1000 എപ്പിസോഡിന്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്തതും ആ സീരിയൽ തന്നെയാണോ, ദിവസങ്ങൾ ഷൂട്ട് ചെയ്തതും? സത്യം പറഞ്ഞ ചന്ദനമഴ ചെയ്യുന്നതിന്റെ സമയത്ത് അതിന്റെ തന്നെ തമിഴും ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അതെ. അപ്പൊ 15 ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് മലയാളത്തിൽ ചെയ്യും, അതിന്റെ തന്നെ തമിഴും സെയിം ക്യാരക്ടർ ചെയ്യും. തമിഴില് അതിന്റെ പേര് എങ്ങനെയാ? സീത. ചന്ദനമഴയ്ക്ക് പകരം ദൈവം തந்த വീട്. ദൈവം തந்த വീട്. ഇവിടെ അമൃത, അവിടെ സീത. അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4.5 ഇയേഴ്സ് ഞാൻ ആ ക്യാരക്ടറായിട്ട് തന്നെയാണ്. ഒരു 30 ദിവസം, ഒരു വർഷത്തിൽ ഒരു 365 ദിവസം ഉണ്ടെങ്കിൽ ഒരു 360 ദിവസവും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അമൃതയായിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് ജീവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര അറ്റാച്ച്ഡ് ആ ക്യാരക്ടറിന്റെ അടുത്ത്. ഇപ്പോഴും അമൃതന്ന് ആരെങ്കിലും ദൂരെന്ന് വിളിച്ച് ഞാൻ തിരിഞ്ഞു നോക്കൂ. ആണല്ലേ? ഒരു 4-4.5 വർഷം ഞാൻ ആ പേര് തന്നെ കേട്ടി. ഇപ്പൊ പുറത്തു പോയി കഴിഞ്ഞാൽ ആരും ആ സമയത്ത് തന്നെ മേഘ്ന എന്ന് വിളിച്ചിട്ടേ ഇല്ല. എല്ലാരും അമൃത 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 എന്നേ വിളിച്ചിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാ വിളിക്കുന്നത്. അപ്പൊ ഒബ്വിയസ്ലി നമ്മള് ആ പേര് കേൾക്കുമ്പോ ടക്കും അറിയാതെ തിരിഞ്ഞു പോകും. അതെ, ഒരു ഓട്ടോമാറ്റിക്കലി നമ്മൾ തിരിഞ്ഞു. എനിക്ക് തോന്നുന്നത് ആ ക്യാരക്ടർ ചെയ്യാനായിട്ട് ആദ്യം മേഘ്നെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് ഒരു നമ്മൾ മരിച്ചുപോയ ശരണ്യ എന്ന് പറഞ്ഞൊരു അല്ലേ ശരണ്യനെ തന്നെയായിരുന്നു അത്. അതിനുശേഷം അത് മേഘനയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു എന്നറിയാമോ? ഏച്ചിയുടെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ആണോ? ഏച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏച്ചിനെയും ഏച്ചിയുടെ ഫാമിലിനെയൊക്കെ എനിക്കറിയാം. നല്ലൊരു ഏച്ചിയാ. എന്താ പറയാ, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏച്ചിയാണ്. ഏച്ചിക്ക് സുഖമില്ലാണ്ടായപ്പോഴാണ് ആ സമയത്ത് ഞാൻ കയൽ എന്ന് പറഞ്ഞൊരു മൂവി പ്രഭു സോളമൻ സാറിന്റെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെയാണ് ഇവര് വന്ന് ജയകുമാർ സാറ് വന്നിട്ട് ഇതുപോലെ കണ്ട് ഇതുപോലെ ഒരു സംഭവം എന്നോട് പറയുന്നതും അവിടെ നിന്ന് നേരെ ഞാൻ തമിഴിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്, ദൈവം തந்த വീട്. ഫസ്റ്റ് അതാ ഷൂട്ട് ചെയ്തത്? അതെ. അപ്പൊ 60 എപ്പിസോഡ് അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതപ്പോ ആരെടുത്തത്? ശരണ്യ ചേച്ചിനെ വെച്ച് അത് തന്നെയായിരുന്നു എടുത്തത്. ഓക്കെ. അപ്പം അത് ചേച്ചിക്ക് വയ്യാണ്ടായപ്പോഴാണ്. അതെ. അപ്പം ആ സീരിയലില് സുധാചന്ദ്രൻ മാം അവിടെ ഒരു മെയിൻ ക്യാരക്ടർ, ഇവിടെ ഊർമിള ദേവി ചെയ്ത ക്യാരക്ടർ സുധാ മാം ആണ് ചെയ്തോണ്ടിരുന്നത്, സുധാചന്ദ്രൻ മാം. അപ്പൊ മാം ഇവിടെ മൺസ്റ്റാർസ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയില് ജഡ്ജായിരുന്നു. അതായത് നമ്മുടെ മലയാളത്തില് അവിടെ സുധാ മാം ചെയ്തത്, നമ്മുടെ മലയാളത്തില് ചെയ്തത് രൂപശ്രീ അല്ലേ? അതെ. അപ്പൊ മദറിലോടെ ക്യാരക്ടർ രൂപശ്രീ. അപ്പോ സുധാ മാം ഇവിടെ ഒരു റിയാലിറ്റി ഷോന്റെ ജഡ്ജായിട്ട് ഇരിക്കുകയായിരുന്നു. ആ റിയാലിറ്റി ഷോയിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ സുധാ മാമിനെ എന്നെ കണ്ടപ്പോഴത്തേനും റിസംബ്ലൻസ് തോന്നി ശരണ്യ ചേച്ചിയുടെ. ഓക്കെ. അപ്പൊ അത് മാറ്റുവാണെങ്കിൽ ചേച്ചിക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, ചേച്ചിക്ക് വയ്യാത്തത് കൊണ്ട്. അപ്പൊ അങ്ങനെ പകരം ഈ കുട്ടി ഉണ്ട് എന്ന് സുധാമാമാണ് ജയകുമാർ സാറിനോട് പറഞ്ഞത്. അങ്ങനെ ജയകുമാർ സാർ എന്നെ ഫിലിം ലൊക്കേഷനിൽ വന്ന് കാണായിരുന്നു. അപ്പൊ ഈ ശരണ്യായിട്ടുള്ള പരിചയം നേരത്തെ ഉണ്ടായിരുന്നോ അതോ ഇല്ല? ഇതുമായിട്ട് സംബന്ധിച്ച് എന്നിട്ടാണ് പരിചയപ്പെടുന്നത് അല്ലേ? ഞാൻ ഫസ്റ്റ് ചേച്ചിനെ കാണുന്ന ഇതിന്റെ പ്രൊമോയിലാണ്. ഇനി ഈ സീതയ്ക്ക് പകരം ഈ സീതയാണ്, നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണമെന്ന് ഞങ്ങളൊരു പ്രൊമോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചേച്ചിനെ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശരണ്യയുടെ ഏകദേശം ആ ഒരു വയ്യാണ്ട് കടന്ന ലാസ്റ്റ് സ്റ്റേജിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പോയി കണ്ടിരുന്നോ? ആ സമയത്തല്ല ഞാൻ കണ്ടിരുന്നത്, അതിന് കുറച്ച് മുൻപാണ് ഏച്ചിനെ പോയി കണ്ടത്, സംസാരിച്ചതൊക്കെ. ഏച്ചി ഒരുപാട് വയ്യാണ്ടായിട്ട് പിന്നെ ഞാൻ കാണാൻ പോയിട്ടില്ല. മനസ്സ് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു ഇതായിരുന്നല്ലോ അതെല്ലാം നമുക്ക് എല്ലാവർക്കും. ശരിക്കും നമുക്കതും ഞങ്ങൾ ഒന്നിച്ചൊരു റിയാലിറ്റി ഷോയും ചെയ്തിട്ടുണ്ട്. ഞാനും ശരണ്യേച്ചിയും കൂടെ ഒന്നിച്ചിട്ട് ഒരു റിയാലിറ്റി ഷോയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് റിയാലിറ്റി ഷോ? ഇവിടെ മലയാളത്തിലൊരു ജോഡി എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ. ഞങ്ങള് എന്താ പറയാ, രാവിലെ ആയിരിക്കും ഷൂട്ട്, നൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും ഞങ്ങള് എല്ലാരും കൂടെ പുറത്തൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു.